ശർമാജി, നമുക്ക് കത്ത് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്ന് സാൻഡ്ര അനീഷാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാമൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ അവതരണ ശൈലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദി. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി, ഒരു മകനും മകളുമുണ്ട്. ഞാനും ഭർത്താവുമായി മാനസികമായി ഒരു അടുപ്പവുമില്ല. നിസാര കാര്യങ്ങൾക്ക് പോലും വഴക്കാണ്. എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അതെ അടുപ്പമില്ല. എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായാലും മനസ്സുമായി അടുത്ത സമയത്ത് 2 കുട്ടികളുണ്ടായല്ലോ. അതായത് ജ്യോതിശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ പൂയം നക്ഷത്രവും അവിട്ട നക്ഷത്രവുമാണ്. നക്ഷത്രങ്ങൾ രണ്ടും കേമമാണ്. പൂയം നക്ഷത്രത്തിന് ഒത്തിരി ജീവിതത്തിന് ഉയരാൻ അവിട്ട നക്ഷത്രവും തവിട്ടിൽ പോലും നേടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ 2 നക്ഷത്രങ്ങളും മിടുക്കികളും മിടുക്കന്മാരും ആണ്. അതിനകത്ത് ജാതി, മതം, രാഷ്ട്രീയം, രാജ്യാന്തരം, കുറ്റനീചത്വങ്ങളൊന്നുമില്ല. നല്ല വോൾട്ടേജിലൊക്കെയുള്ള ജന്മമാണ്. പക്ഷേ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ഈ 2 നക്ഷത്രങ്ങൾ തങ്ങളിൽ അഷ്ടമഷഷ്ട ദോഷമുണ്ട്. അതായത് കുംഭൻ രാശിയിൽപ്പെട്ട അവിട്ടം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീക്ക് കുംഭം, മീനം, മേട, എടവം, മിഥുനം, കർക്കിടകം രാശിയിൽപ്പെട്ട പൂയം നക്ഷത്രത്തിലേക്ക് 6ാമത്തെ രാശിയാണ്. കലഹം, വൈരം, യുദ്ധം, മൃതി, ക്ലേശം, രോഗം, ധനനാശം ഇത്യാദികൾ സൂചിപ്പിക്കുന്നതാണ് 6ാം ഭാവം. ശത്രുവായിട്ട് തീരുകയാണ്. കർക്കിടക രാശിയിൽപ്പെട്ട ഇണയ്ക്ക് കുംഭൻ രാശിയിൽപ്പെട്ട അവിട്ട നക്ഷത്രത്തിലേക്ക് എണ്ണുമ്പോൾ കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം 8ാമത്തെ രാശിയാണ്. അതിനെ അഷ്ടമം എന്ന് സംസ്കൃതത്തിലും ജ്യോതിശാസ്ത്രത്തിലും പറയും. വെസ്റ്റേൺ ആസ്ട്രോളജിയിൽ 8 സതേൺ. എങ്ങനെ വന്നാലും ഇത് ഷഷ്ടാഷ്ടമത്തിലും അഷ്ടമഷഷ്ടത്തിലും പെടുന്നതാണ്. കൂടാതെ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം എന്നത് മധ്യമവിരലിൽ ടച്ച് ചെയ്യുകയും ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ടം, മൂലം, പൂരാട, ഉത്രാടം, തിരുവോണം, അവിട്ടം മധ്യമരജു എന്ന ദോഷത്തിലേക്കും കലാശിക്കുന്നു. കലഹവും വൈരവും യുദ്ധവും മൃതിയും രോഗവും ക്ലേശവും ആദ്യം വിവാഹം കഴിക്കുന്ന കാലഘട്ടത്തിലെ ചക്കരേ, കണ്ണേ, കരളെ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ചേട്ട, പൊന്നെ, കുളിരേ എന്നൊക്കെയുള്ള ആ രീതികൾക്ക് മാറ്റം വരുന്നു. അടുക്കും തോറും ശത്രുതയും രോഗവും ഐശ്വര്യാദികൾക്കും, ധനം, പൊന്നും പണവും പണ്ടവും മേൽഗതിയും അഭിവൃദ്ധിയും ഐശ്വര്യവും വാഴത്തില്ലെന്നാണ്. മധ്യമരജുവും അതുപോലെ തന്നെ അഷ്ടമഷഷ്ടവും ഷഷ്ടാഷ്ടമവും ആയിട്ടുള്ള ബന്ധങ്ങളിൽ ചിലപ്പോൾ 1-2 കൊല്ലമൊക്കെ സമ്പാദിക്കാം, സ്വർണം വാങ്ങാം, വണ്ടി വാങ്ങാം, ഫ്ലാറ്റ് വാങ്ങാം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസമൊക്കെ വലിയ ക്ലോസ് ആവും. പക്ഷേ അടിസ്ഥാനപരമായി ഒരു ശത്രുതയിലേക്ക് വരും. അതുപോലെ മക്കളുണ്ടാവാൻ തടസ്സമോ മക്കൾ വേണ്ട എന്നുള്ള ഇപ്പോഴത്തെ പുതിയ ഒരു ഇതുണ്ടല്ലോ, സ്ത്രീകൾക്ക് പിള്ളേർ വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയോ അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഭാവിയിൽ ദോഷകരമായേക്കാവുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളോ രോഗാദികളോ അരോചകങ്ങളോ മാതാപിതാക്കളെ വേറിട്ട് നിൽക്കുകയോ ദുഃഖങ്ങളോ വിരഹങ്ങളോ വേർപാടുകളോ കാലോചിതപരമായി ഈ വക പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാനാണ് സാധ്യത. ഇതാണ് ഒരിക്കൽ പോലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല 2 കുട്ടികളുമായി. 2 കുട്ടികളാവുക എന്ന് പറയുന്നതിനകത്ത് വലിയ അത്ഭുതങ്ങളൊന്നും ഇല്ല. അതായത് നാമമാത്രമായ സമയങ്ങൾ കൊണ്ട് പ്രഗ്നൻ്റ് ആവാം. പക്ഷേ ഈ കുട്ടികളുടെ ഉത്ഭവം മുതൽ അങ്ങോട്ട് മാതാപിതാക്കൾ തങ്ങളിലുള്ള കലഹങ്ങൾ കണ്ട് ഈ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർക്ക് മാനസികപരമായി പ്രയാസങ്ങളുണ്ടാവും.
സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടു പോകും. സമൂഹത്തിൽ അവർ പലതരത്തിലുള്ള ദോഷങ്ങൾക്ക് അടിമപ്പെടും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം കുട്ടികളിൽ വിഷാദം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ക്രിമിനൽ സ്വഭാവങ്ങൾ, എല്ലാം നശീകരണം സ്വഭാവങ്ങൾ. കാരണം അടിസ്ഥാനം വീട്ടിലോട്ട് ചെന്ന അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഉള്ള പിണക്കവും പരിഭവവും പുച്ഛവും അസഭ്യവും പുലഭ്യവും ഒക്കെയാണ്. അതനുസരിച്ചുള്ള പെരുമാറ്റങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് കുട്ടികളിൽ ഇത് കൂടുതൽ ഗ്രാഫ് ചെയ്യും. കുട്ടികളിലും വളർത്തു മൃഗങ്ങളിൽ പോലും അതുങ്ങൾക്ക് പോലും അറിയാവുന്നതാണ് ആ കുടുംബത്തിലെ സ്പന്ദനങ്ങൾ. അതുപോലും ചിലപ്പോൾ ഒരു വീട്ടിൽ ബഹളം നടക്കുമ്പം ആ വീട്ടിലെ പട്ടിയോ പൂച്ചയോ പശുക്കളോ പോലും ചിലപ്പം അമർന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് സ്നേഹമുള്ള വിളമ്പി കൊടുക്കുന്ന ആഹാരം കൊടുക്കുന്ന ആളിനെ വഴക്ക് പറഞ്ഞാൽ ഒരു കാളയാണെ കുത്തും, പശുവാണെ കുത്തും, പട്ടിയാണെ കുരയ്ക്കും, പൂച്ചയാണെ മാന്തും. അതുങ്ങൾക്ക് പോലും അറിയാം. പ്രതിസന്ധികൾ കുറേ കൂടെ ഉയരുകയാണ്. ഇതിന് യോജിച്ച് പോകണം എന്ന് അടിസ്ഥാനപരമായിട്ടുണ്ടെങ്കിൽ ഉമാമഹേശ്വരം, സംവാദം, ഐക്യമത്യം ഇങ്ങനെയൊക്കെയുള്ള താന്ത്രിക ക്രിയകൾ അതിവിശേഷമായി 1 മണ്ഡലം 2 മണ്ഡലം 3 മണ്ഡലക്കാരുമൊക്കെ നടത്തുകയും പാർവതി പരമേശ്വര പ്രാണപ്രതിഷ്ഠയൊക്കെ ചെയ്തു വന്നാൽ ഇതിൻ്റെ കാഠിന്യങ്ങൾ ഒരു 60% വരെ കുറഞ്ഞ് കിട്ടുന്നതാണ്. ബാക്കിയുള്ളത് 40% അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും, ഇതൊക്കെയാണ് നമ്മുടെ നക്ഷത്രത്തിൻ്റെയും തലേവരെയും ഒക്കെ ഉള്ളത്. ഇത് കണ്ട് സംഭാഷണം, പെരുമാറ്റം എന്നിവ ചിട്ടപ്പെടുത്തിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞെന്നാൽ ഏതാണ്ടൊരു 70-80% വരെ ഈ പ്രതിസന്ധികളൊക്കെ മാറുകയും നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഉള്ള പ്രതിസന്ധി മാറും. ഈ ബന്ധം തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. കാരണം 2 കുട്ടികളായ സ്ഥിതിക്ക് പഴയകാലമല്ല, വീണ്ടും ഒരു ജീവിതമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു അച്ഛനായാലും അമ്മയ്ക്കായാലും ബുദ്ധിമുട്ടുകളായിരിക്കും. ഉള്ളവയെ പൊടി തട്ടി മിനുക്കി എടുക്കുക, ഈ കാര്യങ്ങളൊക്കെ പ്രതിവിധികൾ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഒരു 6 മാസം കൊണ്ടൊക്കെ കുറേയധികം കാഠിന്യങ്ങൾ കുറയ്ക്കാവുന്നതാണ്. ഇങ്ങനെ കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞു. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സംസാരിച്ച് കയർത്ത് കയറുമ്പോൾ ചേട്ടനങ്ങ് ഒതുങ്ങും. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭാര്യ അധികം സംഭാഷണമൊന്നുമില്ലാതെ പ്രശ്നങ്ങളങ്ങ് ഒതുക്കി തീർക്കുന്നുണ്ട്. കുട്ടികളുടെ മുമ്പ് വെച്ച് ഷൗട്ടിങ് ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള ക്രമേണ വന്നു കഴിയുമ്പോൾ അതങ്ങനെ റോൾ ചെയ്ത് പ്രാക്ടീസായി പോകും. ഇപ്രകാരമായി കുട്ടികളൊക്കെ മേജറായി കഴിയുമ്പം പിന്നെ അത് ഓട്ടോമാറ്റിക്കലായിട്ട് തീരും. ഇങ്ങനെയൊക്കെ നോക്കുക. ഏതായാലും ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു ഇളവ് സംഭവിച്ചു എന്ന് കണ്ടാൽ വീണ്ടും ദേവാമൃതത്തിലോട്ട് കത്തയക്കുക. നമസ്കാരം.